ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കറിയാണ്. നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള കറിയും അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുമാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 2-3 സവോള ചെറുതായി നുറുക്കിയത് അതിലേക്കിടുക. സവോള കുറച്ച് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കഴുകിയ വേപ്പില ഇടുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി നുറുക്കി വെച്ച വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇടാം. അതോടൊപ്പം കുറച്ച് കല്ലുപ്പും കൂടെ ചേർക്കണം. വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായ കല്ലുപ്പാണ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. വെണ്ടയ്ക്ക വേവുവാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ നേരത്ത് നമ്മൾ ഈ വെണ്ടയ്ക്ക കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ വറുത്തെടുക്കാം. നമ്മൾ എടുക്കേണ്ട പൊടികൾ ഏതെല്ലാമാണെന്ന് പറയാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, ഇത്രയും പൊടികളാണ് നമുക്ക് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായ മസാലപ്പൊടികൾ. ഇവയെല്ലാം നല്ലതുപോലെ വറുത്തെടുക്കുക. ഇതാ വെണ്ടയ്ക്ക ഒരു ഹാഫ് വേവോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ ചേർക്കണം. ആദ്യം തന്നെ ചതച്ചു വെച്ച ഇഞ്ചി ഇതിലേക്കിടാം. 2 മിനിറ്റിന് ശേഷം നമ്മൾ കുറച്ച് ചൊറുക്ക ഇതിലേക്ക് ഒഴിക്കണം. വെണ്ടയ്ക്ക കറിയുടെ രുചി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൊറുക്ക ഒഴിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി അടുത്തതായി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറുതക്കാളി കഷ്ണങ്ങൾ ഇടാം. വീണ്ടും നല്ലതുപോലെ ഇളക്കുക. അടുത്തതായി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക. അടുത്തതായി തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും ഒക്കെ ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് എന്തോരം തിക്നെസ് വേണോ അതനുസരിച്ച് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് ചാറെടുത്ത് രുചിച്ച് നോക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നറിയണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കുറച്ച് പെരുംജീരകം കൂടി ഇതിലേക്ക് നമ്മൾ ചേർക്കണം. രുചി കൂടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ മസാല വറുത്തപ്പോൾ അതിലേക്ക് പെരുംജീരകം ഇട്ടാലും മതിയാവും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പെരുംജീരകം ഈ കറിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ മസാല പൊടികളുടെ കൂടെ പെരുംജീരകം ഇട്ട് വറുത്തെടുത്തിട്ട് ഇടാം. അല്ലെങ്കിൽ ഇതുപോലെ അവസാനത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ച് പെരുംജീരകം നേരിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി വെണ്ടയ്ക്കയെല്ലാം നല്ലതുപോലെ വേവുന്നത് വരെ ഇതിങ്ങനെ തിളപ്പിക്കണം. വെണ്ടയ്ക്കയെല്ലാം വെന്തതിന് ശേഷം നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന 1-ാം പാല്, തേങ്ങയുടെ 1-ാം പാല് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. 1-ാം പാൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒരു തള മാത്രം മതിയാവും കറി റെഡിയാവാനായിട്ട്. ഈ കറി ഒന്ന് ജസ്റ്റ് ഒരു തിളച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 സെക്കൻഡൊക്കെ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അവസാനമായി കുറച്ച് ചെറിയ ഉള്ളിയും വേപ്പിലയും ഇതിലേക്ക് താളിച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും വേപ്പിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് ഈ വെണ്ടയ്ക്ക കറിയിലേക്ക് ചേർക്കാവുന്നതാണ്.
ഇതാ സ്വാദിഷ്ടമായ വെണ്ടയ്ക്കക്കറി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.